പിന്നെ ഓരോ യാത്ര ഓരോരോ എക്സ്പീരിയൻസും ഓരോരോ പർപ്പസിനും വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ സിസിലി വൺ ഓഫ് ദ മോസ്റ്റ് നൊട്ടോറിയസ് സിറ്റി ഇൻ യൂറോപ്പ്. നൊട്ടോറിയസിന്റെ ക്രൈം. ഞാൻ ഈ കളി കണ്ടു. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു 2-3 മട്ടൊക്കെ ജയിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് ഫ്രണ്ട്സിനോട് നമുക്ക് വെക്കാം. ഫുൾ ഓഫ് സ്കാമേഴ്സ് ആണ്. ഗൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കാമേഴ്സ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. സോ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോ അപ്പൊ എന്താണ് ഇന്ന് ഷഹീൻ വന്നാ പിന്നെയും പറയാണ് എന്ത് നടക്കും. ഷഹീനെ, ഇന്ന് നമ്മളിപ്പോ യൂറോപ്പിൽ വന്നിട്ട് 7 വർഷത്തോളായി. നമ്മൾ ഈ പോളണ്ടിൽ വരുന്നത് ഷെങ്കൻ വിസ ആണല്ലോ. അപ്പൊ ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷെങ്കൻ റീജിയനിൽ ഉള്ള കുറെ രാജ്യങ്ങൾക്ക് നമുക്ക് വിസ ഫ്രീ ആയിട്ട് നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് അവിടെ പോവാം, വിസിറ്റ് ചെയ്യുക, ട്രാവൽ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കുറെ രാജ്യത്ത് പോയിണ്ടാവും എന്നാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്താലോ ഒന്ന്, എന്താ അഭിപ്രായം? അത് പറയാൻ കാരണം തന്നെ PA റീസെന്റ് ഇപ്പൊ ഇറ്റലി പോയി വന്നിട്ടുള്ളൂ. ഇപ്പൊ വരുന്ന വഴിയാണ് അല്ല. അപ്പൊ എന്തായിട്ട് ഈ സാധാരണ നമ്മള് ട്രിപ്പൊക്കെ പോകുമ്പോ ആരുടെ ഒപ്പൊക്കെ ആവും പോകും. പക്ഷെ നമ്മളിത് ഞാൻ കേട്ടൊരു ചാർലിയും പിന്നെ അത് കഴിഞ്ഞാൽ സോളോ ട്രിപ്പ് അടിച്ചു പോണത്. എങ്ങനെ ഉണ്ടായി ഈ ട്രിപ്പ് ഒറ്റയ്ക്ക് പോയിട്ട്? ട്രിപ്പ് എങ്ങോട്ടാണ് പോയത്, എങ്ങനെയാണ് പോയതെന്ന് ഫുൾ ഒരു എന്റെ ഒരു ട്രാവൽ ഇറ്റിനറി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സോ പോയത് ഇറ്റലിയിലെ സിസിലി പറഞ്ഞൊരു ഐലാൻഡിലാണ് പോയത്. അപ്പോ സോളോ ട്രിപ്പ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറൊരു തന്നെയാണ്. അപ്പോ എന്താ പേര് പറയാനുള്ള എന്താ വെച്ചാല് അടിപൊളി കൺട്രിയാണ്, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, നല്ല നേച്ചറും കാര്യങ്ങളൊക്കെ നല്ല അപ്പോ വളരെ ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. നല്ല ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം. അങ്ങോട്ട് പോവാൻ നമ്മള് മറ്റേ വൈറ്റ് ലോട്ടസ് കണ്ടിട്ടാണോ ഇൻസ്പയർ ആയത്? വൈറ്റ് ലോട്ടസ് ആ സീരീസിലുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും സീനറി. ലേക്ക് ആണോ എന്താണ്? ലേക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയത് മറ്റേ ബീച്ചിന്റെ ഏരിയ സിസിലിയില്, മറ്റേ കത്താനിയ പലോർമീന പറഞ്ഞ സ്ഥലത്ത് പോയത്. അപ്പോ എന്താ വെച്ചാല് പിന്നെ ഇറ്റലി എന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡും ബ്യൂട്ടിയാണ്, ബീച്ചും കാര്യങ്ങളാണ് മെയിൻ അട്രാക്ഷൻ അവിടെ ഉള്ളത്. ഇത് ടൂറിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസ് ആണ്. അത് ഭയങ്കര ടൂറിസ്റ്റ്. പിന്നെ ഞാൻ വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഇത് പോണതിന്റെ മുമ്പ് റിസർച്ച് ചെയ്തപ്പോഴത് എന്താ വെച്ചാല് സിസിലി വൺ ഓഫ് ദ മോസ്റ്റ് നൊട്ടോറിയസ് സിറ്റി ഇൻ യൂറോപ്പ്. നൊട്ടോറിയസിന്റെ ക്രൈമില് എനിക്കൊന്നും തോന്നില്ല. ഞാൻ കുട്ടിയിലെ കള്ളന്മാരെ അവന്റെ അവൻ നോക്കിക്കോളൂ. അവര് തെറ്റ് വെച്ചു. പക്ഷെ പൊതുവെ റിസർച്ചിൽ കണ്ടെന്ന് വെച്ചാല് പക്ഷെ എനിക്ക് യാതൊരു ബാഡ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഈ ഒറ്റയ്ക്കാണല്ലോ പോയത്? ഒറ്റയ്ക്കാണ് പോയത്. പക്ഷെ ഞാന് ടൗൺ സിറ്റി സെന്ററിൽ തന്നെയാണ് താമസമൊക്കെ. പക്ഷെ എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ രാത്രിയൊക്കെ ഇറങ്ങി നടന്നിരുന്നു. എനിക്ക് യാതൊരു പ്രശ്നങ്ങളായിട്ടൊന്നും. പക്ഷെ ഇതിലാറെ എനിക്ക് പേടി തോന്നിയത് പാരീസിലായിരുന്നു. പോയിണ്ടാവും. അപ്പോ പാരീസ് ഇപ്പൊ എല്ലാരും ഒരു സ്വപ്ന നഗരമായിട്ട് പറയണ പാരീസുള്ള സ്ഥലല്ലേ? അവിടെ എന്താണ് എനിക്ക് തോന്നിയത്? അവിടെ ഭയങ്കര ഇതല്ലെന്നോ, ഇമിഗ്രൻസും ഭയങ്കര ഒരു അൺസേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും ചെക്കന്മാര് കളി, അതേപോലെ മറ്റേ ഉത്സവത്തിനൊക്കെ അതേപോലെ പറയാ ഒരു മുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മറ്റേ ഗെയിം ഇല്ലടാ, പൈസ വെച്ചിട്ട് നമ്മള് ചൂതാട്ടായിട്ടില്ലല്ലേ? മറ്റേ ചൂതാട്ടം. അവിടെ ഞാൻ കണ്ടിരുന്നു ഇപ്പൊ അടുത്തൊരു റീൽസില് പാരീസില് മറ്റേ നമ്മുടെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ 3 കപ്സ് ഇങ്ങനെ നോക്കി ചെയ്യൂലോ. അപ്പോൾ ആ ഒരു ഗെയിം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവൻ എക്സ്പോസ് ചെയ്യണത്. അപ്പോൾ ഇവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെന്ന് ഇവര് കളിക്കുമ്പോ ഇവരെ ചുറ്റും ഒരു 3-4 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവര് പൈസ വെക്കും, അവർക്ക് പൈസ കിട്ടും. അപ്പൊ അതേ പറഞ്ഞ അപ്പൊ അങ്ങനെ പൈസ കിട്ടുന്ന കാണുമ്പോ ടൂറിസ്റ്റിന് ഓക്കെ വിജയിക്കും എന്നുള്ളൊരു തോന്നൽ വരുന്ന കഴിഞ്ഞാൽ അവര് വെക്കും. അവര് വെച്ച് കഴിഞ്ഞാല് അത് പോയി. ഞങ്ങളവിടെ നിന്നപ്പോ ഇതേമാതിരി ഞാൻ ഈ കളി കണ്ടു. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു 2-3 മട്ടൊക്കെ ജയിക്കുമ്പോ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സിനോട് നമുക്ക് വെക്കാം, സിമ്പിൾ ജയിക്കുന്ന പരിപാടി. കാരണം അത്ര ഇതായി തോന്നി. പക്ഷെ അത് ഇതാണ് തട്ടിപ്പാണ്, നമ്മൾ പൈസ ഇട്ടിട്ടില്ല. ഇവൻ ചിലര് അവിടുത്തെ ഇതിൽ പെട്ട ഒരാളെന്നെ
ടൂറിസ്റ്റിന്റെ അടുത്ത് ചോദിക്കാം എനിക്ക് മനസ്സിലാവേണ്ടത് എന്താ ഗെയിം എന്നുള്ളത്, ഞാനൊരു €50 വെക്കാം, നീ ഒരു €50 വെച്ചാൽ €100 നമുക്ക് വെക്കാം, അങ്ങനെ എന്നുണ്ടെങ്കിൽ €500 നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വെക്കല്ലേ വെച്ചിട്ട് 50-50 വെക്കും, പൈസ പോവുകയും ചെയ്യും രണ്ടാൾ. അപ്പൊ രണ്ടാൾക്കും നിരാശ എന്നുള്ള രീതിയിൽ ഇയാളെ മറ്റേ അഭിനയിക്കും ചെയ്യും, ടൂറിസ്റ്റിന്റെ അടുത്ത് 50 പോവുകയും ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയില്ല സിസിലി ഒറ്റയ്ക്ക് പോകുമ്പോ എന്താണ് ആകെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയ ട്രാൻസ്പോർട്ടേഷൻ ആണ്. കാരണം അത്രക്ക് സ്മൂത്ത് ട്രാൻസ്പോർട്ടേഷൻ ഒന്നല്ല. ഞാൻ ചിലപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് തോന്നുന്നു. പിന്നെ അവര് സ്കൂട്ടറും ഇതൊക്കെ മെയിനിലെ ആൾക്കാർ സ്കൂട്ടറും കാറും ഒക്കെ. പിന്നെ വെസ്പയാണ് അവിടെ മെയിൻ, കുറെ വെസ്പ കാണാം. ഈ ഒറ്റയ്ക്ക് ഇപ്പൊ പോകുമ്പോ ഉള്ളത് എന്താ മറ്റേന്ന് വ്യത്യാസമായിട്ട് തോന്നുന്നു? അതായത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുമ്പോ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മുടെ കൺവീനിയൻസിന് മാറ്റേണ്ടത്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് തോന്നുമ്പോ നമുക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പോണ വഴിക്ക് ഇപ്പൊ ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം കഴിക്കാം, ആരും കൺവിൻസ് ചെയ്യണ്ട, ഒന്ന് നിൽക്കോ, നമ്മള് ഫ്രണ്ട്സായി പോകുമ്പോ ഐസ്ക്രീം കഴിച്ചാലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ഇപ്പം കഴിക്കണം കഴിക്കും. അതന്നെ. പിന്നെ കുറെ ഐ മീൻ അൺഎക്സ്പെക്ടഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും, അതായത് പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യും. എനിക്ക് മറ്റേ സിസിലി, ഞാൻ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുക, മറ്റേ സിസിലി ബീച്ചിൽ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹായ് പറഞ്ഞിട്ട്, സ്ട്രെസ് ലൈഫ് റൈറ്റ്, എന്നാ പറഞ്ഞു യു ആർ ഫ്രം ഇന്ത്യ റൈറ്റ്, യെസ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഐ വാസ് ഇൻ ഇന്ത്യ, മറ്റേ വാരണാസി ആ ഭാഗത്തൊക്കെ. പിന്നെ കേരളത്തിൽ വന്നിട്ട് മറ്റേ അമൃതാനന്ദമയുടെ. അപ്പൊ അയാൾ പറഞ്ഞു കേരള ഈസ് സോ പീസ്ഫുൾ, ഐ മീൻ മെന്റലി എന്തോ സീക്കേണ്ട അയാള്, യുനോ വാട്ട് ഐ മീൻ. അങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ റാൻഡായിട്ട് നമുക്ക് മീറ്റ് ചെയ്യും. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇതേമാതിരി നമ്മള് നാട്ടിലായിരുന്നപ്പോ വർക്കല പോയപ്പോ ഒരു പോലീസുകാരെ അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ ബീച്ചിൽ പോണ സമയത്ത് ഒരു പോലീസിൽ സംസാരിക്കുന്ന കണ്ടപ്പോ ഞങ്ങളിങ്ങനെ ഒരു പോലീഷല്ലേ ജസ്റ്റ് നമ്മള് ഷോ ഓഫ് ചെയ്തു നമ്മുടെ ജിന്തോപ്പരും സംസാരിച്ച് പോലീസ്. രാവിലെ എന്നിട്ട് പിറ്റേന്ന് രാവിലെ നൗഫൽ വിളിച്ചിട്ടുണ്ട്, ചായ കുടിക്കാൻ വരുന്നുണ്ടോ? ഞാനോ പോലീസുകാരനും ചായക്കടയിലുണ്ട്, ചായ കുടിക്കാൻ പോയ ഓർമ്മപ്പം. അങ്ങനെ പിന്നെ ഓരോ യാത്ര ഓരോരോ എക്സ്പീരിയൻസും ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഈ പാരീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഐഫിൾ ടവറും കാര്യങ്ങളൊക്കെ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് പാരീസ് ഫ്രാൻസ് മെയിൻ അട്രാക്ഷൻ എന്താ പർപ്പസ് ഓഫ് ട്രാവലിംഗ് ആണ് ക്രോസാന്റ് അല്ലേ. ഞാൻ ഒരു ദിവസം കോൺട്രവേഴ്ഷ്യൽ ക്രോസാണ്. ഒരു ദിവസം ബിദ്രോങ്കിയെന്ന് മറ്റേ നമ്മള് സാധാ ക്രോസാന്റ് അന്ന് ഫസ്റ്റ് ടൈം ഇവിടുന്ന് ആയിരുന്നു. അങ്ങനെ കഴിച്ചപ്പോ ഇതെന്താ സംഭവം, നാട്ടിലെ പബ്സ് പോലെയാണ് വന്ന ഉള്ളിൽ സോഫ്റ്റ് ആണ്. അങ്ങനെ കഴിച്ച് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പിന്നെ എനിക്ക് അതിന്റെ ഫേവറേറ്റ് ആയി. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ കഴിച്ച് അതിന്റെ ഫേവറേറ്റ് ആയി. പിന്നെ ഞാൻ ഇത് എവിടെ ഉള്ളതാണ്, ഇതിന്റെ ഉത്ഭവം എന്താണ്, അങ്ങനെ അതും കൂടിയാണ് എന്റെ ഈ പാരീസ് യാത്രയുടെ ഒരു പർപ്പസ്. ഇനിയിപ്പോ അടുത്ത എന്താ വെച്ചാല് സൂഷി ഇപ്പൊ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇനി ജപ്പാനിക്ക് ഒരു യാത്ര ചെയ്യണം, ഒത്തന്റിക് സൂഷി കഴിക്കാൻ വേണ്ടി. ഈ റീസെന്റ് ഈജിപ്ത് പോയിരുന്നു, അവിടെ എക്സ്പീരിയൻസ് എന്താണ്? എന്തെങ്കിലും സ്കാമോ ആയിട്ടോ അല്ലെങ്കിൽ ഫുഡ് ആയിട്ടോ എന്താണ്? ഈജിപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഞാൻ ഫസ്റ്റ് ടൈം ആഫ്രിക്കൻ കോണ്ടിനെന്റ് വിസിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. എൻഡ് ഓഫ് ടൂറിസ്റ്റിക് സീസൺ ആണ് ആക്ച്വലി. പക്ഷേ ടൂറിസ്റ്റിക് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിരമിഡ്, അതൊരു വൗ ഫാക്ടർ തന്നെയാണ്. നമ്മൾ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അപ്പോൾ അത് ഉണ്ടാക്കിയതിനെ പറ്റി കുറെ ഇതില്ലേ, എങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആണ്. അത് പല തിയറീസും ഉണ്ട്. ശരിക്കും എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് എങ്ങനെയെന്നുള്ളത് ഇമാജിൻ ചെയ്തൊരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലായി കണ്ടോ? വലിയൊരു മനുഷ്യന് അവര് എന്നോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാവും ഇപ്പൊ പിരമിഡ്സ് ഉണ്ടാക്കിയെന്ന്. അപ്പൊ അവര് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്ന അവരിത് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജായ മനുഷ്യന്മാരന്ന് ജീവിച്ചിരുന്നു. അവരെ സ്ലേവ്സ് ആയിട്ട് വെച്ചിട്ട് അവര് വലിയ കല്ലും ഇതൊക്കെ കൊണ്ട് അല്ല. അപ്പോ ഈ പിരമിഡ്സ് ഉണ്ടാക്കിയത് ശരിക്കും മിസ്റ്ററി അല്ലേ? പല പല തിയറീസ് ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നു, ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ എന്താവും ചിലപ്പോ? പ്ലോസിബിൾ എക്സ്പ്ലനേഷൻ, അതായത് കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊരു വാട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ വാട്ടർ സിസ്റ്റം വെച്ചിട്ടാണ് ഇവർ ഈ കല്ലുകൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരുന്നത്. ഒരുപാട് കിലോമീറ്റർ, ഒരു 100-400 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കല്ലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ പുഴ വഴി, ഈ നൈൽ നദി വഴിയാണ് ഈ കല്ലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങോട്ട് അന്നത്തെ സമയത്ത് വീൽസ് ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് വീൽസ് ഇല്ലാത്ത സമയത്തും ഇവർ ഡ്രാഗ് ചെയ്തിട്ട് ഇത് കൊണ്ടുവന്ന് പിന്നെ ഈ വെള്ളം വഴിയാണ് ഇവരിത്
ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയർ ആവും, ഫ്ലോട്ട് ചെയ്തിട്ട്. പിന്നെ സിഗ്സാഗ് വഴി ഇവര്, കാരണം പിരമിഡ് ബിൽഡ് ചെയ്യുമ്പോൾ എല്ലാ സൈഡിലേക്കും ബിൽഡ് ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെ സിഗ്സാഗ് വഴി എക്സാക്ട്ലി പിരമിഡിന് ചുറ്റും ഒരു ട്രയൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് മെയിൻലി ആൾക്കാർ പറയുന്നതും ആൾക്കാർ വിശ്വസിക്കുന്നു. പക്ഷെ ഒരുപാട് തിയറീസ് ഉണ്ട്. ഏലിയൻ വന്ന് ക്രിയേറ്റ് ചെയ്തു, ജയന്റ്സ് ക്രിയേറ്റ് ചെയ്തു, യെസ്, ഓർ മേ ബി അന്ന് വേറെ ടൈപ്പ് അനിമൽസ് ഉണ്ടായിരുന്നു, വംശനാശം സംഭവിച്ചു. എക്സാക്ട്ലി. അപ്പൊ അങ്ങനത്തെ കുറെ തിയറീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ ആർക്കും എന്താണ് ബട്ട് ഫണ്ണി തിങ് ഇസ് ദാറ്റ് ആക്ച്വലി ഇപ്പോഴും ആ പിരമിഡിന്റെ പർപ്പസ് എന്താന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ അതവിടെ രാജാവ് അവരെ താമസസ്ഥലം അങ്ങനെ ഒന്നും അല്ല, താമസസ്ഥലം അല്ല. കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്നത് ഇതൊരു ശവക്കല്ലറയാണെന്നാണ് വിചാരിക്കുന്നത്. അതുമല്ല എന്ന് പറഞ്ഞിട്ട് തിയറീസ് ഉണ്ട്, പല തിയറീസും ഉണ്ട്. ഫറോവന്റെ ഇത് കണ്ടോ ശവം? യെസ് യെസ്. അതിനോട് എന്താ എക്സ്പീരിയൻസ്? പിരമിഡിനെക്കാട്ടിലും നമുക്ക് വാവ് ഫാക്ടറാണ് ഇത്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ സ്റ്റോൺ, അതങ്ങനെ ബിൽഡ് ചെയ്തു, ആരോ ബിൽഡ് ചെയ്തു, ഓക്കെ ഒബ്വിയസ്ലി ദർ ഈസ് ഒരു മിത്ത് ഉണ്ട് അതിന്റെ പുറകിൽ, അതൊരു വാവ് ഫാക്ടർ തന്നെയാണ്. ബട്ട് അത്രയും ഏകദേശം ഒരു 4000 വർഷം മുന്നേ ഒരു മരിച്ച വ്യക്തിയെ നമ്മുടെ മുന്നിൽ ഒരു കേടുപാട് മീൻസ് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. കാരണം ഇവര് അതേപോലെ ഡ്രൈ ആയിട്ടാണ്, അതായത് ഒരു ഫ്ലഷി ഫീലിംഗ് ഒന്നുമില്ല, ഒരു ബോൺ ആൻഡ് സ്കിന്ന് മാത്രമേ ഉള്ളൂ, മസിൽസ് ഇല്ല. പക്ഷെ അവിടെ ഫറോവ മാത്രമല്ല, ആക്ച്വലി ഫറോവ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കിങ്സിനാണ് ഫറോവ എന്ന് പറയുന്നത്. അതൊരു ഫറോവ ഒരു കിങ്സ് ഒരു ഫാമിലി ആയിട്ടാണ്. ഓരോ രാജാക്കന്മാർക്കും ഓരോ പേരുണ്ട്. ഇപ്പൊ നമ്മള് ഈ റാംസസ് 2 ആണ് ഇപ്പൊ നമ്മള് ഈ ബൈബിളിലും ഖുറാനിലൊക്കെ പറഞ്ഞ ഫറോവ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഫറോവ ഉണ്ടല്ലോ, അത് റാംസസ് 2 ആണ്. ആ ഫറോവനെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിരുന്നത്. അല്ല, റാംസസ് 2 ആണ് ഈ നമ്മളെ ഖുറാനിലും മറ്റേ ബൈബിളിലൊക്കെ ആയാലും അതെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മാധവ മനസ്സിലായിരിക്കും, ഒന്നുകൂടി പറഞ്ഞു മലയാളത്തിൽ തന്നെ. അപ്പൊ അല്ല നമ്മൾ അതായത് അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഞാനും കൂടി ചോദിക്കാൻ ഒന്നുകൂടി പറയണ്ട. അല്ല അത് കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഇടാം. അല്ല അപ്പൊ ഞാൻ പറയണത് അത് പക്ഷെ എങ്ങനെയാണ് ഉണ്ടാക്കിയാലും കാണാൻ ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു. അതെ, ഇപ്പൊ അതില് ടുട്ടൻകാമുൻ എന്ന് പറഞ്ഞിട്ടൊരു കിങ് ഉണ്ട്. എന്തും പറയാലോ, ഒരു ക്യൂനുണ്ട്, നെഫർതെറ്റി എന്നൊരു ക്യൂനുണ്ട്. അപ്പൊ പിന്നെ അപ്പോ ഇവര് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ ചിലരുടെ ബോഡി വെൽ പ്രിസർവ്ഡ് ആണ്, അതായത് അധികം ഡാമേജുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നെയിൽസും ഹെയറും ഒക്കെ അതേപോലെ പ്രിസർവ്ഡ് ആണ്. അവരെങ്ങനെയാണ് ഇത് പ്രിസർവ് ചെയ്യണമെന്നും കൂടി പറഞ്ഞു. ആക്ച്വലി മമ്മിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. അതിന്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, ആ മ്യൂസിയത്തിൽ ഞാൻ പോയില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ബട്ട് സ്റ്റിൽ അതൊരു ഇത് തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഈജിപ്തിൽ മാത്രമല്ല ഇങ്ങനത്തെ മമ്മികളുള്ളത് കേട്ടോ. വേൾഡ് വൈഡ് പല സ്ഥലത്തും മമ്മികളുണ്ട്. പല രീതിയിലും ഇവര് പ്രിസർവ് ചെയ്തിട്ട് ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രിസർവ് ചെയ്തിട്ട് വർഷങ്ങളോളം വെച്ചിട്ടുള്ള പല മമ്മികളും പല സ്ഥലത്തും കാണുന്നുണ്ട്. പിരമിഡിന്റെ ഉള്ളിൽ കയറുന്ന എങ്ങനെ എൻട്രൻസ് എങ്ങനെയാണ്? അതിന്റെ ഉള്ളിൽ ഫറോവന്റെ ഇത് കാണാൻ പോയ സ്ഥലം പറഞ്ഞില്ലേ, അതായത് കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള. അത് ഫറോയുടെ അല്ല, അത് പിരമിഡിന്റെ ഉള്ളിലോട്ടാണ്. അതെ അതെ, പിരമിഡിന്റെ ഉള്ളിലേക്ക് ഒരു നമുക്ക് സെലക്ട് ചെയ്യാം. ഓരോ ടൈമിലും ഓരോ പിരമിഡ് ഓരോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ പിരമിഡാണ് ഒന്ന് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. എങ്ങനെയാ വെച്ചാൽ അത് സെപ്പറേറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറണം. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴ്ന്ന് കൂന്ന് ഇരുന്ന് ഒരു ഹൈറ്റിലൊരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നല്ല ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം ഒരു 100 മീറ്ററോളം നമ്മൾ കുനിഞ്ഞിട്ട് നടന്നു പോകണം. അപ്പോൾ അത് പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് എണീറ്റ് നിൽക്കാനുള്ള സ്പേസ്, വീണ്ടും നമ്മൾ കുനിഞ്ഞിട്ട് വീണ്ടും പോകണം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ. അപ്പൊ ഇത് ഈ പിരമിഡിന്റെ എത്ര വലുതാണത്? പിരമിഡോ? അതായത് പിരമിഡ് ഐ മീൻ ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ അത്ര വലുപ്പുണ്ടോ?
പിന്നെ അത്ര നിലകളുണ്ട്. അപ്പൊ എങ്ങനെ ഈ കുഞ്ഞു പോണ കോൺസെപ്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇത്ര നമ്മള് കുനിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിലോട്ട് പോകണമെന്നില്ല. ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി ആണ്. ഏറ്റവും ടോപ്പിലേക്കൊന്നും നമ്മൾ എത്തുന്നില്ല. ഈ അറ എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റിയ അറ എന്ന് പറയുന്നത് ഇതിന്റെ ഏകദേശം ഒരു സെന്ററിലോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ താഴെ ആയിരിക്കും. എന്നാൽ തന്നെ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ കുനിഞ്ഞ് ഉള്ളിലോട്ട് പോയി നടന്നു പോകണം. അപ്പൊ അതിന്റെ ഉള്ളിൽ ശരിക്കും പല പല അറകൾക്ക് നമുക്ക് അങ്ങനെ പോവാം, ചൂസ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റൂല. നമുക്കിപ്പോ ഇവിടെ ആക്സസ് ഉള്ളത് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു അറയുള്ളൂ. വേറെ ഒരുപാട് അറകൾ അതിന്റെ ഉള്ളിലുണ്ട്. അത് സയന്റിഫിക് ആയിട്ടുള്ള ആൾക്കാരെ എക്സ്കവേറ്റർ അവരൊക്കെ ചെയ്ത് കണ്ടെത്തുന്നേ ഉള്ളൂ. ഇപ്പൊ റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ചെറിയൊരു റോബോട്ടിന് വെച്ചിട്ട് ഇവരൊരു അറ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് അതിന്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഉള്ളില് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് അതിന്റെ ഉള്ളിൽ എൻട്രൻസ് ഉണ്ടെങ്കിലും പിന്നെ അറ അവര് മൂടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും നമുക്ക് അറിയില്ല അതിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇല്ലേ എന്നുള്ളത്. നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെ ഒരു മിസ്റ്ററിയാണ്. പിന്നെ നമുക്കത് പൊളിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. അതൊരു കൺസേർവ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ അപ്പൊ അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പോയപ്പോ കണ്ടത് ഒരു ചെറിയ റൂമാണ്. അപ്പൊ ഈ റൂമിന്റെ ഒക്കെ ഒരു അത്ര വലിപ്പമുള്ള ഒരു റൂമാണ്. അതിന്റെ ഉള്ളില് ഭയങ്കര ചൂടാണ്. കാരണം വേറെ എ സി അല്ല, എയർ ഫ്ലോ ഇല്ലല്ലോ. ഒരു വലിയൊരു ഫാൻ എന്താ വെച്ചിട്ട് ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് എന്താ ചെയ്തുകൊണ്ട് വരും. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ തന്നെ കിട്ടുന്നത്. അതിൻ്റെ ഉള്ളിലൊരു ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ടോംബ് പോലെ ഒരു സംഗതി ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. എല്ലാം ഈ പിരമിഡിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും പണ്ടേ ലൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പത്തെ നമ്മുടെ ഈ ജനറേഷനൊന്നും അത് കാണാൻ പോലും പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയില്ല. കാരണം അതൊക്കെ ഓട്ടോമൻ സമയത്തും പിന്നീട് ബ്രിട്ടീഷ് ഗ്രീക്ക് ഇൻവേഷൻ ടൈം, ഓട്ടോമൻ ഇൻവേഷൻ ടൈമിലൊക്കെ എല്ലാം ലൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എന്തായിരുന്നു സംഭവിച്ചത്, അതൊരു ഒരു ശവകുടീരം തന്നെ ആയിരുന്നോ എന്നുള്ളതൊന്നും 100% നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ഒരു ടെമ്പിൾ ആയിരിക്കും. ഈ ഈജിപ്ഷ്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പിൾ വളരെ അഡിക്റ്റഡ് ആണ്. എവിടെ പോയാലും. പിന്നെ അത് കഴിഞ്ഞത് ഞങ്ങൾ കൈറോയിലാണ് ഈ ഇതുള്ളത്, ഈജിപ്ഷ്യൻ്റെ ക്യാപിറ്റൽ സിറ്റി. അവിടുന്ന് ലുക്സർ എന്ന് പറഞ്ഞ വേറെ സ്ഥലത്താണ് ടെമ്പിൾസ് ഒക്കെ ഉള്ളത്. അവിടെയാണ് ആക്ച്വലി ഈ റാംസസ് II അടക്കം ചെയ്തിട്ടുള്ളത്. അവർക്ക് അവിടെ ടെമ്പിൾസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ ട്രിപ്പിൽ എനിക്ക് പിരമിഡ് ഒക്കെ വാഫ് എക്സ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അവിടെ ഒരു ഹോട്ട് എയർ ബലൂണ് ഒരു ഇതുണ്ട്. ദാറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. അതായിരുന്നു എനിക്ക് ഏറ്റവും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ട്രാവൽ എക്സ്പീരിയൻസ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഏർലി മോർണിംഗ് അത് ആക്ച്വലി ഞാനും വൈഫും ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പോണോ പോണ്ടേ. കാരണം അവൾ ആകെ ടയർഡായിരുന്നു, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ടയർഡായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ആലോചിച്ചു, പോണ്ടേന്നൊക്കെ ആലോചിച്ച് സാധനം ഓക്കെ എനിവേ നമ്മളിവിടെ അല്ലേ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുക്ക് ചെയ്ത് പോയപ്പോഴൊന്നും ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളവിടെ ചെന്ന് ഹോട്ട് എയർ ബലൂണിലൊക്കെ കയറി ആ സൺറൈസ് അവിടെ ഏറ്റവും ഹൈറ്റിൽ പോയി കണ്ടപ്പോൾ പിന്നെ ഈ ടെമ്പിൾസ് ഒക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. അത് ആ മലന്റെ ഇടക്കാണ് ഈ ടെമ്പിൾസ്. ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ, ഭയങ്കര ഭംഗിയാണ്. അതെ. അപ്പൊ അതൊരു അൺബിലീവബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ട്രാവലിംഗില്. പിന്നെ ഈജിപ്തിൽ പറയാന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സ്കാമേഴ്സ് ആണ്. നമുക്ക് ഗൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കാമേഴ്സ് ആണ്. നമുക്കൊരു ഗൈഡായിട്ട് നമുക്കൊരാളെ ഒരു വിശ്വസിച്ച് റെന്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരാൾ നമ്മളെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ എനിക്ക് സംഭവിച്ചൊരു കാര്യത്തിൽ നമ്മളൊരാൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്കാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊരാൾ അപ്രോച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അയാളടുത്ത് പറയും ഇതിങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സ്കാം ചെയ്ത് ഞാനൊരു സാധനം മേടിച്ചു. ഇപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു സാധനം. അപ്പോൾ ഞാനത് മേടിച്ച് പിന്നെ ഞാൻ നോക്കിയപ്പോൾ വളരെ ചീപ്പുള്ള സാധനമാണ്. നമുക്ക് വേറെ കടയിൽ നോക്കിയപ്പോൾ വളരെ ചീപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വളരെ എക്സ്പെൻസീവായിട്ട് ഞാൻ എന്തിനാ ഇവരിങ്ങനെ നമ്മളെ സ്കാം ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിന്നപ്പോൾ വേറൊരാളിൻ്റെ അടുത്ത് വന്നിട്ട് ഫ്രം ഇന്ത്യ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിച്ച്. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു എത്ര രൂപ നിങ്ങൾ ഈ സാധനത്തിനോട് പോയി. അയാൾ പറഞ്ഞു ഇത്ര ചീപ്പാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചീറ്റ് ചെയ്തു ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ കുറേ ആൾക്കാരെ ചീറ്റ് ചെയ്തു. അപ്പോൾ അയാൾ നമ്മളങ്ങനെ ആശ്വസിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അയാൾ നമ്മളെ കൊണ്ടുപോയി നമ്മളെ ചീറ്റ് ചെയ്യും. അയാൾ അവസാനം ഉണ്ടല്ലോ, അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ബ്രോ അതിനോ ഇവിടെ എത്ര ആൾക്കാർ ഐ വിൽ ഷോ യു സംതിങ് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിണ്ട് അയാൾ അതിന് 300 ഈജിപ്ഷ്യൻ പൗണ്ട്. അങ്ങനെ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈജിപ്റ്റ് ചില രാജ്യങ്ങളില് ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന രാജ്യങ്ങളില്ലേ, അവിടെ അവര് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാരും എത്ര രാജ്യങ്ങളുണ്ട് അങ്ങനെ.
ഞാൻ അധികം ട്രാവലും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പോയപ്പോ ഒരു ആഫ്രിക്കൻ കൺട്രി, ഒരു തേർഡ് വേൾഡ് കൺട്രി ഇപ്പൊ ഈജിപ്റ്റ് തന്നെയാവില്ലേ? തേർഡ് വേൾഡ് കൺട്രി ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഈജിപ്തിനെ പറ്റി. ബട്ട് ഈജിപ്ത് ആണ് എനിക്ക് തോന്നുന്നു സ്കാമേഴ്സ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ളത് ഈജിപ്താണ്. വേറെ നാടുകളിലും ഇപ്പൊ ഇവരെന്താണെന്നറിയോ, ഇവരുടെ അടുത്ത് ഇത്രയും വലിയൊരു ട്രഷർ ഉണ്ട്. അതായത് ഈജിപ്ഷ്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഒരു പിരമിഡ് മാത്രമല്ല. എനിക്ക് തോന്നുന്നു വേൾഡിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് വേൾഡ് വണ്ടർ ആണ്. അതന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നതും വേൾഡ് വണ്ടർ ആണ് ഈജിപ്ഷ്യൻ പിരമിഡ്. അത്രയും ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇവർ സ്കാമിങ് ചെയ്യുമ്പോ ഐ മീൻ ഡിസ്ഗ്രേഡിങ് ദെയർ കൺട്രി. ഇപ്പൊ താജ്മഹൽ വേൾഡ് വണ്ടർ, അവിടെ ഫോറിനേഴ്സ് വരുമ്പോഴാണല്ലോ. അപ്പൊ ആ നാട്ടിലെ ഈ കണ്ടിട്ടില്ലേ, അവിടെ പോകുമ്പോ ഫോറിനേഴ്സ് കഴിച്ചിട്ട് ഈച്ച പൊതിയന്മാരായിട്ട് പൊതിയും. അതേപോലെ ഈ പറഞ്ഞല്ലോ ഫോറിനേഴ്സിന് ഒരു പൈസയും നാട്ടുകാർക്ക് നമ്മളെ സ്വന്തക്കാർക്ക് വേറെ പൈസ, അങ്ങനെ എന്തോ താജ്മഹലല്ല വേറെ ഏതോ കേരളത്തിലെ ഏതോ സ്ഥലത്ത് പോയപ്പോ കേരളത്തിലും ഫോറിനേഴ്സിന് ഒരു പ്രൈസ് അതാണ് എല്ലായിടത്തും. പൈസ അല്ല പ്രൈസ് ഞാൻ കേട്ട മാറി. മിഷ പോകുമ്പോ ഇവിടെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വൈഫ് പോകുമ്പോ ഫോറിനറാണ്, അപ്പൊ അവള് പോകുമ്പോ ഒരു പ്രൈസ് ആയിക്കാരം. അപ്പം ഞാൻ പോകുമ്പോ ഞാൻ പറഞ്ഞ കേസ് എന്താ വെച്ച് കഴിഞ്ഞാല് ആ കൊച്ചിയില് ഫിഷിന്റെ ആണ്. കൊച്ചിയില് ഫിഷ് വിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ നമ്മള് ഫോറിനറാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസും നോർമൽ അത് ഓക്കെ, അത് കുറെ സ്ഥലത്തുണ്ട്. പക്ഷെ ഈജിപ്ത് അങ്ങനെയല്ല. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്യൂർ സ്കാമിങ് ആണ്, പറ്റിക്കാനായിട്ടുള്ളൊരു ഒരു നമ്മളെ പിന്നെ പിന്തുടർന്ന് നമ്മളങ്ങോട്ട് ടയേർഡാക്കും. അങ്ങനെയാണ് നമ്മള് എന്തേ ആയിക്കോട്ടെ വെച്ചൊരു ഗൈഡിനെ എടുത്തിട്ട് എക്സ്ഹോസ്റ്റിംഗ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഈജിപ്തിലെ ഫണ്ടി സിറ്റുവേഷൻ. പിന്നെ എവിടേക്ക് പോയിട്ടുണ്ട്? പിന്നെ ഞാനിവിടെ ഗ്രീസിൽ പോയിട്ടുണ്ട്, സന്തോറിനി. അത് ഒരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ്. എവിടെ ഫോട്ടോ എടുത്താലും ഒരു പോസ്റ്റ് കാർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എക്സ്പെൻസീവ് ആണ് സന്തോറിനി. ഞാൻ സീസണിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അന്ന് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ സ്കാമും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കൺവീനിയൻസ് ആണ് നമുക്ക്. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈവൻ ദോ അതൊരു ഐലൻഡ് ആണെങ്കിൽ പോലും നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട് അവിടെ. നല്ല ഫുഡാണ്. പിന്നെ ഫുഡാണ്, സീ ഫുഡ് നല്ല കിട്ടുന്ന സീ ഫുഡാണ്. അവിടെ ഒരു വോൾക്കാനോ എറപ്ഷൻ ഒക്കെ ഉണ്ട്. ഞാൻ പോയപ്പോ സിസിലിയിലെ കറ്റാനിയ ഈസ് വൺ ഓഫ് ലൈവ് ആക്റ്റീവ് വോൾക്കാനോ. അവിടെ കാണാം, കത്തനാണല്ലോ പക്ഷെ പുകയാവും. പക്ഷെ അവിടെ ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ചൂടുവെള്ളം അവിടെ കുളിക്കാൻ പറ്റുന്നൊക്കെ. അത് ബുദാപെസ്റ്റിലും ഉണ്ടായിരുന്നു. ബുദാപെസ്റ്റിൽ അങ്ങനെ ഞാനും പോയിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളമുള്ള ഹോട്ട് സ്പ്രിംഗ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ, ഞാനും പോയിരുന്നു. അത് നൈസാണ്. അപ്പൊ മറക്കാൻ പറ്റാത്ത രാജ്യം ഈ പറയുകയാണെങ്കിൽ ഏതാവും യാത്ര ചെയ്തതില് മറക്കാൻ പറ്റാത്ത ട്രിപ്പ്? എല്ലാ രാജ്യവും നമുക്ക് മറക്കാൻ പറ്റാത്ത തന്നെയാണ്. കാരണം ഓരോ രാജ്യത്തും ഇതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സന്തോറിനി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഈജിപ്തും ഇൻ ദ സെൻസ് ഡിഫറെന്റ്. ഇപ്പോൾ ആ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഒരു ഇതില് അതും നൈസാണ്. പക്ഷെ ഈ സ്കാമിങ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഇല്ല അവിടെ. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മളങ്ങനെ ഹോണ്ടഡ് ആണ്. ആൾക്കാർ ഇങ്ങനെ നമ്മളെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര നോ എന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് they will make you to do it, you know. At the end you have to pay. അതാണ്. അപ്പോൾ എസ്പെഷ്യലി ഫോറിനേഴ്സിനെ കൂടി കാണുമ്പോൾ. പക്ഷെ ചീപ്പായിരുന്നു ഫുഡ് എല്ലാം. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും അടിപൊളി ഫുഡാണ്, ആ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മളെ തൊട്ടടുത്ത് നമ്മള് ജർമ്മനി, സ്പൈക്ക്, പിന്നെ ഇന്റെ മറക്കാൻ പറ്റാത്ത ട്രിപ്പ് പറഞ്ഞാൽ ഞങ്ങള് ഒരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ട്. പോളണ്ടിന്ന് ജർമ്മനിന്ന് ഫ്രാൻസ്. അത് ഭയങ്കര ഇമ്മച്യൂർ ആയിട്ടുള്ള ട്രിപ്പ്. ഇപ്പൊ ഒരു പ്രായത്തിലൊന്നും ഇപ്പൊ ഇനി അത് ചെയ്യുമ്പോ അതിന്റെ കുറെ കൺവീനിയൻസ് ഒക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ ചെയ്യില്ല. അന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്പിരിറ്റില് വണ്ടി അത്ര
കണ്ടീഷനിലെ വണ്ടിയൊന്നും അല്ല. ഞങ്ങള് 4 ആൾക്കാരുണ്ട് പോണ്. നമ്മള് ബഡ്ജറ്റിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. എത്ര പെട്രോൾ അടിക്കണം, മൈലേജ് ഒന്നുമില്ല. ഒറ്റ മൈൻഡ്. ഞങ്ങള് ഞാന് വേറെ 2-3 ഫ്രണ്ട്സും കൂടി ഒരു പോക്ക് ഒരു ദിവസം രാത്രി. അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, എനിക്ക് ജോലി ചെയ്ത സ്ഥലത്ത് ലീവ് കിട്ടിയില്ല. അപ്പൊ ഞാൻ പോട്ടെ പറഞ്ഞപ്പോ അവിടുത്തെ പെണ്ണ് പറഞ്ഞു, മാനേജർ പറഞ്ഞു പോകാൻ പറ്റൂല, എന്തായി പറയണ, ഇപ്പൊ വന്നിട്ട് 5 ദിവസത്തിന് ലീവോ അതൊന്നും പറ്റൂല പറഞ്ഞപ്പോ എനിക്കത് ചെയ്യേണ്ടി വന്നു. ഞാൻ പോയി അഭിനയിച്ചു, ഹോസ്പിറ്റലിൽ പോയിട്ട് പുറം വേദനയാണെന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചു. അങ്ങനെ സിക്ക് ലീവ് എടുത്തിട്ടാ പോണത്. സിക്ക് ലീവ് എടുത്തിട്ട് പോയി രാവിലെ ഇറങ്ങി വണ്ടിയും കൊണ്ട്, ആ ഒരു ഫോർഡ് ഫോക്കസും കൊണ്ട് ഞങ്ങള് ഒറ്റ ഇതിന് ഫ്രാങ്ക്ഫൂട്ട്. പക്ഷെ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ജിന്ദഗിയിൽ കാണാൻ ഇങ്ങനെ കുറെ നേരം പാട്ടൊക്കെ പാടിയിരിക്കുക. കുറച്ച് കഴിഞ്ഞാ പിന്നെ വിജനമായ റോഡാ. എക്സ്പെഷ്യലി ഇവിടെ ഹൈവേ കയറി കഴിഞ്ഞാണ്ടല്ലോ ബോറടിച്ചിട്ടേ, ഭയങ്കര ബോറടിയാടാ. ഒന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ നിർത്തും, വല്ല മാക്ഡൊണാൾഡ്സോ പെട്രോൾ അടിക്കാൻ നിർത്തുന്നതല്ലാതെ വെറും ബോറടി. ഇങ്ങനെ ആദ്യം കുറെ ആൾക്കാർ വർത്താനൊക്കെ പറയും, ആദ്യം കുറെ ആളുണ്ടാവും ആക്റ്റീവ് ആയിരിക്കണം, പിന്നെ അയാൾ കടന്നുറങ്ങും അങ്ങനെ. പക്ഷെ പിന്നെ ഫ്രാങ്ക്ഫൂട്ട് എത്തി. ഫ്രാങ്ക്ഫൂട്ടിലും കാറ് വഴി അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ കറങ്ങി. പിന്നെ അവിടുന്ന് അവിടെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പാരീസിൽ, അന്ന് പാരീസ് ഇത്ര കണ്ട് അലമ്പായിട്ടില്ല, തുടക്കമുള്ള സമയം, ഇത്ര ഇമിഗ്രൻസ് വന്നിട്ട് ഇതായില്ല. അപ്പൊ ഞങ്ങള് ഫ്രാങ്ക്ഫൂട്ടിൽ നിന്ന് പാരീസിക്ക് കാറിൽ പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഞങ്ങൾ എത്താൻ തന്നെ അവിടെ ഒരു പ്ലാനിങ്ങും ഇല്ലടാ. ആദ്യത്തെ ദിവസം ഫ്രാങ്ക്ഫൂട്ട് പോയിരുന്ന് ഇമ്മച്യൂരിറ്റിയുടെ അങ്ങേത്തല്ല, നമ്മളവിടെ എത്തിയിട്ട് സ്ഥലം കാണാൻ വന്നിട്ട് കിടന്നുറങ്ങി. ആദ്യത്തെ ദിവസം എന്നിട്ട് പോയില്ല സ്ഥലം കാണാൻ. അന്ന് വൈകിട്ട് എവിടേക്കോ പോയി. പിന്നെ പറഞ്ഞു രാവിലെ നാളെ പാരീസ് പോകാറുണ്ട്. അവിടുന്ന് പാരീസ് പോകണം. പാരീസ് പോണ വഴിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി ഇങ്ങനെ പോണ സമയത്ത് ഈഫിൽ ടവറിന്റെ രാത്രി ഒരു മാജിക് ഷോ ഉണ്ട്. അതായത് ഒരു ലൈറ്റിന്റെ ഡിസൈൻ ആൾക്കറിയില്ലേ, ആ ഒരു മണിക്കൂറിൽ 1 മിനിറ്റ് ലൈറ്റ് ഇങ്ങനെ സ്പാർക്കിൾ ചെയ്ത് ഭയങ്കര രസമാണ്. അപ്പൊ ഞങ്ങൾ പോണ സമയത്ത് ഈഫിൽ ടവർ, ഇതാണ് ഈഫിൽ ടവർ, നമുക്ക് ഭയങ്കര സംഭവമല്ലേ, ഫോട്ടോ എടുത്ത് ഭയങ്കര മിന്നണ്. പക്ഷെ അറ്റം മാത്രം മിന്നുള്ളൂ, പിന്നെ പോയി. അപ്പൊ എന്നിട്ട് ഞാൻ നെറ്റിലപ്പോ നോക്കിയപ്പോ പറഞ്ഞു, ഈഫിൽ ടവറിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ വെളിച്ചത്ത് കാണാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ഈഫിൽ ടവർ പോണു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ സ്കാം, താഴത്ത് നമുക്കും പൈസ ഇടാന്ന് പറഞ്ഞിട്ട്. അവിടെ താഴത്ത് ഫുള്ള് സ്കാമാണ്. പിന്നെ നാട്ടിലെ വല്ല ഉത്സവങ്ങളൊക്കെ പോണ മാതിരി റോഡ് സൈഡിൽ ഇരുന്ന് പല കാര്യങ്ങൾ വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ സാധനം അവിടെ തന്നെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോക്കറ്റും ഇതൊക്കെ ശ്രദ്ധിക്കണം, എല്ലായിടത്തും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അന്ന് ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ട് നമ്മൾ തിരിച്ച് പോരുന്നു, കാരണം പിറ്റേന്നൊക്കെ എല്ലാവർക്കും വർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ വൈകിട്ട് ഈഫിൽ ടവറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ 4 ആൾക്കാരും കൂടി ഇരുന്നിട്ട് ഞാനും വേറെ ഫ്രണ്ടും പറഞ്ഞു, എടാ ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം, ആ മാജിക് ഷോ കാണണ്ടേ, ആ മാജിക് ഇവിടെ വന്നിട്ട് ആ മാജിക് ഷോ കണ്ടില്ലേ, പിന്നെ എന്താണെന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നപ്പോ അപ്പൊ അന്ന് ഒറ്റ മൈൻഡാ, ഒന്നും ആലോചിക്കില്ല, ആയിക്കോട്ടെ എന്നാ നാളെ പോവാ, അല്ലെങ്കിൽ രാത്രി ഇറങ്ങാം ഇവിടുന്ന്. പാരീസിൽ നിന്ന് വാർസോക്ക് നല്ല ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. അപ്പൊ അങ്ങനെ ഓടിച്ചെത്താനുള്ള സമയം എടുക്കും. അപ്പൊ നമ്മളെ ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഒരു എന്ത് ആയിക്കോട്ടെ എഴുതിട്ട് അന്ന് അവിടെ ഇരുന്നിട്ട്, അവിടെ ഷാമ്പയിനും വിറ്റെടുക്കുന്ന ആൾക്കാരുണ്ടാവും എപ്പോഴും, ഐസിലിട്ട് അവിടുന്ന് ഷാമ്പയിനും വാങ്ങിയിട്ട് ഈ മാജിക് ഷോ കണ്ടങ്ങനെ ഇരുന്നു. ഞാൻ എപ്പോഴും പറയാ, അന്ന് ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടല്ലോ ടോട്ടലി വർത്തായിന്ന്. രാത്രി അതിന്റെ താഴ്ത്തിരുന്ന മാജിക്, ആ ലൈറ്റ് ഷോ അങ്ങനെ കണ്ടിരുന്നു, എന്ത് ഭംഗിയറിയത്. രാവിലെ കാണാൻ ഞങ്ങൾ ആ ഈഫിൽ ടവറിന്റെ മുകളിലൊക്കെ കയറി. പക്ഷെ അത് ഓക്കെ, ഒരു കാണാനൊരു ഭംഗിയുണ്ട്, നല്ലൊരു ആർക്കിടെക്ചർ. പക്ഷെ ഈ മാജിക് ഷോ രാത്രി ഇരുന്ന് കാണുമ്പോൾ ആ ഒരു സെൻസ് ഓഫ് എല്ലാരും ഇരുന്ന് കാണുക ആ പാർക്കിലിരുന്ന്. പക്ഷെ എനിക്ക് ആ ഫീൽ ഉണ്ട്, ഐഫിൽ ടവർ ഫസ്റ്റ് കാണുമ്പോ ആദ്യം ഒരു നോട്ട് ഇത്ര സംഭവമൊക്കെ ഉണ്ടോന്നൊരു തോന്നലുണ്ടായി. പിന്നെ പകല് കണ്ടപ്പോ അങ്ങനെ രാത്രി ആവുമ്പോ ഒരു ബ്യൂട്ടി, മെറ്റൽ ഫ്രെയിം ആയി തോന്നി. അതൊരു മെറ്റലിന്റെ ഒരു ഇതിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ആണ്, അല്ലാതെ അതിന് ഭയങ്കര. പാരീസ് ആ ഒരു സംഗതി ഫേമസ് ആക്കിയ ഈ കപ്പിൾസ് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെ പാരീസിന് അതിന്റെ ലൈറ്റിങ്ങിനൊക്കെ ഒരു. അതെ അതെ അതെ. അല്ല അപ്പൊ ഞാൻ പറയണ അങ്ങനെ ഇരുന്ന് കണ്ടിട്ട് അത് ടോട്ടലി വെർത്തായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ അതിരുന്ന് കണ്ട് പിറ്റേന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകും. പിന്നെ പാരീസിൽ പോയപ്പോ മൊണാലിസനെ കണ്ടു. മൊണാലിസനെ 36 കാണാൻ ഞങ്ങൾ അവിടെ മ്യൂസിയത്തിൽ പോയി, ലുവ്ർ എന്ന് പറഞ്ഞ മ്യൂസിയം. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അതും പറയേണ്ട കാര്യമാണ്. അത് യൂറോപ്പിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഫ്രീ ആണ് അന്ന്. അല്ല അന്ന് ഫ്രീ ആയിരുന്നു എൻട്രി. എന്നിട്ട് ഞങ്ങൾ അതിനുള്ള ഫ്രീ ആയി കയറി. മൊണാലിസനെ കാണാൻ ഒടുക്കത്തെ തിരക്കും കുറെ പെയിന്റിങ്സും. എന്താ അറിയില്ല, നമുക്കിപ്പോ ഒരു സാധനത്തിന് ഒരു 100 ആൾക്കാർ ലൈൻ നിൽക്കുന്നുണ്ട് ഇതിനെ കാണാൻ. അപ്പൊ നമ്മളും പോയി ലൈൻ നിൽക്കണു. അപ്പൊ നമുക്ക് കാണുമ്പോ ഒരു ഫീല് കിട്ടുന്നുണ്ട്,
നമ്മളിങ്ങനെ കാണുമ്പോ ഓക്കെ ഇതാണ് സംഭവം, ഒരു ഇമോഷൻ ഇല്ലാത്ത. മൊണാലിസിനെ ഈ പോയി കണ്ടില്ലേ മൊണാലിസിനെ പറ്റി ഞങ്ങൾ ഒരു പ്രാവശ്യം നമ്മള് സ്കൂളിൽ സംസാരിച്ച സമയത്ത് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, മൊണാലിസ എന്താ ഇപ്പൊ ഇത്ര, മൊണാലിസക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത ചോദിച്ചു. ഇപ്പൊ പറഞ്ഞിരുന്നു മൊണാലിസിനെ നമ്മളിങ്ങനെ ഫോട്ടോയിലൊക്കെ അല്ലേ, പത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ അന്ന് അത്ര വലിയ സോഷ്യൽ മീഡിയ ഒന്നും ബൂമല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പത്രത്തിലോ അല്ല, പത്രത്തിലല്ലേ നമ്മള് കാണുന്നുള്ളൂ മൊണാലിസിനെ, ടിവിയിലൊക്കെ. അപ്പൊ പറഞ്ഞിരുന്നു മൊണാലിസിനെ അങ്ങനെയല്ല, നമുക്ക് ഈ മറ്റേ അന്നത്തെ ഒരു ഇതില്ലേന്നോ, ഏത് മനസ്സിലായി, ഒരു സൈഡ് നോക്കിയാൽ അതുപോലെയാണ്. അതുകൊണ്ടാണ് സത്യല്ലേ അങ്ങനെ ഉണ്ട്. അതല്ല അതിന്റെ ആർട്ട്. അതിന്റെ ആർട്ട് എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് നോക്കിയിട്ട് ഹാപ്പി ആണോ സാഡ് ആണോ ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റില്ല. സ്മൈൽ, മൊണാലിസിന്റെ സ്മൈൽ ഒരു ചില ആൾക്കാർ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിരിക്കണമാതിരി തോന്നും നോക്കിക്കഴിഞ്ഞാൽ, പക്ഷെ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ ഈ ഇത് തന്നെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇതിന്റെ ഒരു ഇത് ആമേനില് മറ്റേ മുത്തശ്ശന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ സൈഡ് ആമേനല്ല മറ്റെതിരാണ്. അല്ല അല്ല ഹണിബീല് അത് ഇവിടെ നോക്കുന്നോണ്ടാണ് കുറച്ച് ഇങ്ങോട്ടും നോക്കുമ്പോ അതേമാതിരിയാണ് മൊണാലിസ. അപ്പൊ അതിരുത്ത് കണ്ടു. മൊണാലിസ തന്നെ അത്രല്ല, പക്ഷെ മ്യൂസിയം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അവിടെ കുറെ സംഭവം ഉണ്ട്. ഞാൻ അതേമാതിരി പിന്നെ വേറെ ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്തൊരു ട്രിപ്പ് പോയിട്ട് പക്ഷെ വിചാരിച്ച മാതിരി പോകാത്ത ഒന്നുണ്ട്. ഞാൻ നോർവേയില് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ എത്തിയ സമയം തന്നെ തെറ്റി. അപ്പൊ അവിടെ എത്തിയപ്പോ ഇത് പോണ ഒരു സ്ഥലത്ത് നിന്ന് അവര് കാർ എടുത്തിട്ടാണ് ട്രോംസോ അവിടുന്ന് പോയി ഇതാക്കണത്. ഈ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയാലാണ് നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുക. അന്ന് പക്ഷെ എന്തോ വാൻസ്ഫോർസിന്റെ നമുക്ക് കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ രാജ്യങ്ങളിലും ഇന്ത്യയിലൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ നോർത്തേൺ ലൈറ്റ്സ്. നോർത്തേൺ ലൈറ്റ്സ് ഇപ്പൊ കാണാൻ ചിലടത്ത് കാണുന്നുണ്ട്. പക്ഷെ അതെനിക്ക് ഇങ്ങനെ നമ്മൾ നേരിട്ട് കണ്ണോണ്ട് നോക്കിയിട്ട് കുറെ ആൾക്കാർ കാണില്ല, ഫോട്ടോ എടുക്കുമ്പോ കാണുന്നുള്ളൂ പറഞ്ഞിട്ട്. ഇപ്പൊ അടുത്ത് പോളണ്ടില് 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവര് ലൈറ്റ് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ലൈറ്റും ഇതൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോ കണ്ട. അപ്പൊ ക്യാമറ ആകുമ്പോ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ട് ഫോക്കസ് ചെയ്യും. അതെ അപ്പോ അങ്ങനെ ഇവിടെ ഉള്ള ഒരു കൺവീനിയൻസ് അല്ലേ. ഇപ്പൊ നമ്മൾക്ക് യാത്ര എത്ര സ്ഥലങ്ങളിൽ നമ്മൾ പോവാ, ഒരു വിസയും വേണ്ട, ഒരു വേറെ ഇതൊന്നും ഇല്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഷെങ്കൻ വിസ നമുക്ക് ഇവിടുത്തെ റെസിഡൻസ് കാർഡ് കൂടി കിട്ടുമ്പോൾ ചില കൺട്രീസ് ഇപ്പൊ നമ്മള് ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്. പോയില്ലേ ദുബായില് ഓണറേബിള് വിസ കിട്ടും നമുക്ക് 14 ദിവസത്തിന് അവിടെ 14 ദിവസത്തിനാണോ 14 ദിവസത്തിന്റെ വിസ നമുക്ക് അടിച്ചു കിട്ടും. അപ്പൊ ഓണറേബിള് കിട്ടും. അപ്പൊ നമുക്ക് 14 ദിവസം അവിടെ ജസ്റ്റ് ടൂറിസ്റ്റ്. മിനിമം 3 മാസം ഇത് വേണം കാർഡ്. പക്ഷെ ഇപ്പൊ റിവോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇപ്പൊ ചെറിയ എന്തോ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ഇതെന്ന് വെച്ചാൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഇത് കേട്ട് പോയതാണ്. ഇവന് പോയതിനു ശേഷം ഞാൻ പോകുന്നത്. അവിടെ പോയപ്പോ എന്റെ 3 മാസമല്ല, എന്റെ 2 മാസമായിട്ടുള്ളൂ. അവര് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ പുറത്ത് വെയിറ്റും ചെയ്യാണ്. ആകെ ടെൻഷനായിരുന്നു. കാരണം ഞാൻ പ്രോമിസ് ചെയ്തു. അവരാണെങ്കിൽ രാവിലെ എണീച്ച് എന്നെ കൊണ്ടുപോകാനും വന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ട അറിയില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റിനുള്ള ട്രാൻസിറ്റിന് എൻട്രി ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നപ്പോ എന്താ അപ്പൊ ഞാൻ വിളിച്ചടാ പണി പോവാളി പെങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു പോവാണ്, പറ്റൂലേ സാരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞു. എന്നിട്ട് ഞാന് അത് കഴിഞ്ഞിട്ട് ഞാന് അവിടെ ഒരു പോലീസുകാരൻ അപ്പൊ എന്തോന്നല്ല അപ്പൊ ഒരു തോന്നല. ഞാൻ അയാളോട് കാര്യം പറഞ്ഞു, ഈ 3 മാസമാണ്, എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്, ഫാമിലി വെയിറ്റ് ചെയ്യാണ് പുറത്ത്, എന്തേലും കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പൊ അയാളാണ് സെയിം സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം 6 മാസത്തെ ഇത് എനിക്ക് പാസ്പോർട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ എക്സ്പയർ ആവാണ്. അപ്പോ കാർഡ് പോരാ, 6 മാസത്തിന്റെ ഉള്ളിൽ പാസ്പോർട്ട് എക്സ്പയർ ചെയ്യും. അപ്പൊ കാർഡില്ലേ. അപ്പൊ എനിക്കിത് ഓൾമോസ്റ്റ് സെയിം സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞാന് വിസന്റെ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വിസ നമുക്ക് തരാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെയുണ്ട്, ജസ്റ്റ് ഇമിഗ്രേഷനിലൊന്ന് പോയി നോക്കുന്നു പറഞ്ഞു. ഇമിഗ്രേഷനിൽ പോയിട്ട് അവിടുത്തെ ഓഫീസറുടെ അടുത്ത് അയാളത് കാണിച്ചു. ഇതിങ്ങനെ അയാൾ കേൾക്കാൻ തന്നെ ഫുള്ള് കേൾക്കാൻ തന്നെ കൂട്ടാക്കില്ല. അയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഐ മീൻ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഞാൻ വിസന്റെ കൗണ്ടർ പറഞ്ഞു, അവിടെ നിന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പൊ വിസ ഒന്നും ചെയ്തു നേരെ ഇമിഗ്രേഷനിൽ പിന്നെ ചെന്നു, അവിടെ ഓക്കെ അടിച്ചു കിട്ടിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഇവര് ദുബായ് വളരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ടൂറിസം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത്ര അങ്ങോട്ട് ബോധേഡ് അല്ല ഇതിനെ കുറിച്ചൊന്നും. ഇപ്പോൾ
വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നില്ല ഇമിഗ്രേഷൻ ഒന്നും ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട്. അവർക്ക് ഇപ്പൊ ഒരാളെ കണ്ടെത്തണമെങ്കിൽ സുഖമായിട്ട് കണ്ടെത്തുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 3 മാസത്തിന് പോയിട്ട് 14 ദിവസം തന്നെ പറഞ്ഞേ, നമ്മള് 16-17 ദിവസം അവിടെ നിന്ന് വെച്ചാൽ അവർക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും അത്രയും ഗ്രോത്ത് ഉണ്ട് അവിടെ. അതായത് ഒരു ഇല്ലീഗലായിട്ട് ആരെയും കയറിയാൽ അവർക്ക് സുഖമായിട്ട് കണ്ടെത്താം. അതാണ് അവിടെ അത്രക്ക് സ്ട്രിക്റ്റ് ആവാത്തതെന്ന് തോന്നുന്നു. ഇമിഗ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വോട്ട് ചെയ്തിട്ട് ട്രംപ് ജയിച്ചിട്ടുണ്ട് അമേരിക്കയില്. ഈ വീഡിയോ ഒരു വോട്ട് അഭ്യർത്ഥന നടത്തി ചെറുതായിട്ടില്ല, അങ്ങനെയല്ല, നമ്മളെ പറ്റി പറഞ്ഞല്ലോ. നമ്മള് ചെറിയൊരു ക്യാമ്പയിൻ നടത്തി, ട്രംപ് ജയിച്ചിട്ടുണ്ട്. ഹ്യൂജ് റെസ്പോൺസ് ആണ് അതിന് ശേഷം വന്നതെന്ന് അറിഞ്ഞത്. അതെ, അല്ല അപ്പൊ ഇനിയിപ്പോ ഈ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. മൂപ്പര് ഇപ്പൊ നമുക്കറിയാം ദ ഫേമസ് വാൾ ബിറ്റ്വീൻ മെക്സിക്കോ മെക്സിക്കോ ഇപ്പൊ മൂപ്പര് ഇതിന് മുന്നേ തന്നെ പ്രസിഡന്റ് ആയ സമയത്ത് തന്നെ ഈ വാളിന്റെ കാര്യത്തില് വളരെ കൺസേൺഡ് ആയിരുന്നു. ഇപ്പൊ ഒരു പ്രോമിസും ആയിരുന്നില്ല, വൺ ഓഫ് ദ പ്രോമിസ് ആയിരുന്നു വാളിന്റെ അത് കംപ്ലീറ്റ് ആക്കുന്നു. പക്ഷെ ഇതിന്റെ വെച്ചാല് ഹൂ വിൽ പേ ഫോർ ദിസ് വൺ? മെക്സിക്കോ വിൽ പേ ഫോർ ദിസ് വൺ. അതാണ് അതിന്റെ അതായത് ഞാനിപ്പോ ചാറ്റ് നോക്കിയപ്പോ എന്താണ് മെക്സിക്കോ വിൽ പേ ഫോർ ഇറ്റ് എന്നാണ്. കാരണം ഇവർക്ക് ഇപ്പൊ ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ തടയാൻ വേണ്ടിട്ടാണ് ഈ വാള്. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താ വെച്ചാല് ട്രംപ് മേക്ക് ഷുവർ ദാറ്റ് മെക്സിക്കോ വിൽ പേ ഫോർ ഇറ്റ്. അതായത് ട്രംപിന് ഇത് വേണം, പക്ഷെ ഇതിന്റെ പൈസ അവരെ കൊണ്ട് എന്തായാലും പേ ചെയ്യും. കാരണം അവരെ ആൾക്കാരാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഗവൺമെന്റിനെ തന്നെ ഇത് വെച്ചിട്ട്, അതായത് അമേരിക്കയുടെ ചെലവിൽ ഇപ്പൊ ഇത് ക്ലോസ് ചെയ്യണ്ട, അവര് ക്ലോസ് ചെയ്യണ്ട. കാരണം ഇത് അവർക്ക് ഇതാണ്. ഓരോ വീഡിയോ കാണണ്ട, ബെഡിന്റെ ഒക്കെ ബെഡ് ഉള്ളിലൊക്കെ ആൾക്കാര് ബോർഡർ വഴി ക്രോസ് ചെയ്യണത്. ബെഡില്ലേ അതിന്റെ ഉള്ളില് ഡുങ്കി എന്റെ ഷാറൂഖ് ഖാന്റെ പടത്തിലുണ്ടല്ലോ, ഡുങ്കിയാണത്. പക്ഷെ ഞാൻ ഇപ്പൊ വീഡിയോസ് കണ്ടായിരുന്നു US ഈ മെക്സിക്കോ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. ഇവര് ക്രോസ് ചെയ്തിട്ട് ഇവര് US ബോർഡറിൽ എത്തിക്കഴിഞ്ഞാല് ഇവൻ പോലീസ് അവിടെ ഉണ്ട്, ഇവരൊന്നും ചെയ്യുന്നില്ല. കാരണം അങ്ങനെയാണല്ലോ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, സ്പെയിനിലും ഇല്ലീഗൽ ഇമിഗ്രൻസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെ ടെറിട്ടറി കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് അങ്ങോട്ട് ഡോർ തുറന്നിട്ട് നേരെ തള്ളിടാൻ പറ്റില്ല. പിന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ നമുക്ക് ആ വീഡിയോ കാണുമ്പോ തോന്നും ഇവരെ മുന്നിൽ വെച്ചിട്ടാണ് ഇവർ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. അപ്പോ ഇമിഗ്രൻസിന്റെ വീഡിയോ നമ്മൾ കാണുന്നില്ലേ, അതായത് എങ്ങനെയൊക്കെയാ അവര് കഷ്ടപ്പെട്ട്. ഞാൻ ഇപ്പൊ അടുത്തൊരു റീല് കണ്ടു, ഒരു ചങ്ങായി അറിയില്ല അത് ആരാണെന്ന്, അയാളൊരു ആളോട് ചോദിക്കാണ്, നിങ്ങളുടെ പാരന്റ്സ് ഇവിടെ വന്നത് ഇല്ലീഗലായിട്ടാണോ? അപ്പോൾ ആ ചങ്ങായി യെസ് മൈ ഡാഡ് ഈസ് ഫ്രം, അച്ഛൻ സിറിയയാണ്, അമ്മ കൊളംബിയാണ്, അതെ ഞങ്ങൾ വന്നിട്ട് ഇല്ലീഗലാണ്. അപ്പോൾ എന്നാ അൺഫോർച്യുനേറ്റ്ലി നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പം പറയുന്നുണ്ട് പക്ഷെ അവർ ഈ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അവരിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കാർ ഓടിക്കുന്നത് അവരാണ്, നിങ്ങളുടെ പാത്രം കഴുകണത് അവരാണ് പറയുമ്പോൾ വരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ഇല്ലീഗലായിട്ടാണോ US ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവർ പോകേണ്ടി വരുന്നു. അതൊരു നല്ല മൈൻഡ് സെറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മുടെ ഈ വേൾഡ് എക്സിസ്റ്റ് ചെയ്യണത് എല്ലാ ഒരു കാരണത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ ഗണ്ണുണ്ടായതുകൊണ്ട് UK പോയി പല രാജ്യങ്ങളെ കോളനൈസ് ചെയ്യണതും മിലിറ്ററി പവർ വെച്ചിട്ട് പവറുള്ള രാജ്യങ്ങൾ, US ആഫ്രിക്കൻ കൺട്രീസിലുള്ള ഇൻഫ്ലുവൻസും, ഇതൊക്കെ എന്ന് പറയുന്നത് എല്ലാതും കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരാൾ വേറെ രാജ്യത്തേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്, എത്തിപ്പെട്ട് കഴിഞ്ഞ് അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ശരിയോ തെറ്റോ എന്നുള്ളതിൻ്റെ അപ്പുറം വേറെ അതിനൊരു ഹ്യൂമൻ ഇമോഷൻ ഉണ്ട്. ഇപ്പം അവര് നമുക്ക് പറയാൻ പറ്റും എത്ര ബ്ലാക്ക് ഒറിജിൻസിലുള്ള ആൾക്കാർ ഫുട്ബോളിലും അത്ലറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ക്രൈം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് അവരുടെ ഫുട്ബോൾ പ്ലേയേഴ്സ് ബ്ലാക്സ് ആണ്. ഇഷ്ടംമാരെ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മൾക്കത് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ട്രംപ് ഉള്ളപ്പോൾ യുദ്ധങ്ങൾ കുറവാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസി ഇമിഗ്രേഷൻ ഒക്കെ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചാണ്, ഇമിഗ്രൻസിനെ കുറിച്ച് പറയുന്നില്ല. ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് ഒരു കൺട്രീൻ്റെ ഇത് തന്നെയാണ്, ഷാബാണ്. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ല. ഇപ്പോൾ എന്താണ് ഈ ഫ്രാൻസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറ്റലി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെസ്റ്റിലുള്ള മെജോറിറ്റി കൺട്രീസ് ശിവൻ പറഞ്ഞ മാതിരി പാരന്റ്സ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആണെങ്കിലും നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്താ?
പാരന്റ്സിന്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കാരണം കുട്ടിക്ക് എഫക്ട് ആവുന്നല്ലേ. പക്ഷെ ഈ പറഞ്ഞല്ലോ പാരന്റ്സ് ഇല്ലീഗൽ എന്ന് പറയുമ്പോ അവർക്ക് ടാക്സ് അല്ല ആയിരുന്നു ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്തത്, പിന്നെ ലീഗലായി കഴിഞ്ഞാൽ അതാ. പക്ഷെ അവള് പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടാണ് നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ക്രോസ് ചെയ്തത് അത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ പക്ഷെ എല്ലാ ലീഗൽ ഇമിഗ്രൻസും ഒരു പരിധി വരെ ഇല്ലീഗലായിട്ട് മൂവ് ചെയ്തിട്ട് പിന്നെ ലീഗൽ ആയതാവും. അതെ, അപ്പൊ അതിലുണ്ടാവുന്ന നിയമങ്ങളെയാണ് ഇപ്പൊ ഈ ട്രംപ് മാറ്റും എന്ന് പറഞ്ഞത്. ഡിപ്പോർട്ടേഷനും കാര്യങ്ങളും മാസീവ് ഡിപ്പോർട്ടേഷൻ ചെയ്യുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് മാസീവ് ഡിപ്പോർട്ടേഷൻ ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ച് എല്ലായിടത്തും ഉള്ളൂ, അല്ലാതെ ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ കുറിച്ച് ഡോക്യുമെന്റ്സ് ഉള്ള ആൾക്കാരെ കുറിച്ചൊന്നും ട്രംപിന്റെ കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മളങ്ങനെ ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞില്ലേ, ഒരു കാര്യം പറയട്ടെ. ഈ ഞാൻ കണ്ടിട്ടുണ്ട് ട്രംപിന്റെ റാലിക്കൊക്കെ എല്ലാ പുറത്തുനിന്നുള്ള നാട്ടുകാരും ഇവര് ഇമിഗ്രൻസ് ആണ് പറഞ്ഞ കളിയാക്കണം. ഇപ്പൊ ആൾക്കാര് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് പറഞ്ഞ കളിയാക്കണുണ്ട്. അതൊരു റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെയൊക്കെ ആവാം. അതിപ്പോ നമ്മുടെ നാട്ടിലൂടെ റാലിക്ക് മറ്റേ ആൾക്കാരെ കൊടുത്തിട്ട് മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊടുത്തിട്ട് അല്ല ഈ എന്താ പറയാമെന്ന് ഞാനപ്പോ എന്താ പറയാമെന്ന് ട്രംപിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്ന മറ്റേ ട്രംപ് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ യുദ്ധങ്ങൾ ഉണ്ടാവില്ല അവന്റെ കാലത്ത്. അത് ഭയങ്കര ഐ എം സോ ക്യൂരിയസ്. എങ്ങനെ അവൻ ഇംപ്ലിമെന്റ് ചെയ്യണത്. അവനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഉക്രൈൻ റഷ്യ വാൾ ഒരു ദിവസം കൊണ്ട് അവൻ സെറ്റിൽ ചെയ്തു. എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണല്ല, ഈസ് പവർഫുൾ. ബട്ട് എന്നാണ് ആവാൻ പോകുന്നത്? അടുത്ത വർഷം മുതലല്ല, ജനുവരി 1 ഞാൻ പറയാൻ പറ്റില്ല. പിന്നെ ട്രംപിന്റെ വോട്ടിംഗ് ബിറ്റ്കോയിൻ കൂടി ഇതുണ്ട്, അത് ശരിക്കും കൂടി. എലോൺ മസ്ക് എന്തോ പൈസ ഉണ്ടാക്കിയാലോ അതിന്, അതും അറിയാം. അത് ഞാൻ എനിക്കറിയില്ല, അതൊരു എന്തോ പറഞ്ഞു കേട്ടു എലോൺ മസ്കും ട്രംപിനും തമ്മിലുള്ള. വോട്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ന്യൂസിലെ ആൾക്കാർക്ക് ഇന്റർവ്യൂ ചെയ്തിരുന്നു ആരെയും വോട്ട് ചെയ്തതെന്ന്. കുറെ പേര് ട്രംപ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്റെ കണ്ടിട്ട് നന്നായിട്ട് ജീവിക്കണം, അതുകൊണ്ടാണ് ട്രംപിന് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായി, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിക്കൊക്കെ ട്രംപ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു പ്രോമിസ് കാരണം ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട് ട്രംപ് ജയിച്ചതിന് ശേഷം. മാറ്റങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ അന്നും പറഞ്ഞു US ഒരു വേൾഡ് ലീഡർ അല്ലെങ്കിൽ വേൾഡ് പോലീസൊക്കെയാണ്. അപ്പോൾ അവർ അവിടെ വരുന്ന മാറ്റങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ മാറ്റം വരും. അത് അല്ലെങ്കിൽ നമ്മൾ വേറെ രാജ്യത്തെ ഇലക്ഷൻ എത്ര കൊണ്ടാടേണ്ട ആവശ്യമില്ലല്ലോ. ട്രംപിന്റെ തീരുമാനങ്ങളൊക്കെ നമ്മൾ ലുക്ക് ഫോർവേഡ് ആയിട്ട് നമ്മൾ കണ്ടെന്ന് അറിയണം എന്താവുന്നുള്ളത്. എനിക്ക് ഏറ്റവും ട്രംപില് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാല്, ട്രംപ് ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ട് ട്രംപിന്റെ ഇതിൽ വന്നപ്പോ സ്ലോഗൻ തന്നെ ട്രംപ് വിൽ ഫിക്സ് ഇറ്റ്. എന്ത് കോൺഫിഡൻസിലാണത്. വേറെ ഏത് പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ വേറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, അത് ഞാനും കേട്ടിട്ടുണ്ട്. എല്ലാം ശരിയാവും. അതെ അതെ. അപ്പോ ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ലീഡർ ആണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അത് നമ്മളൊക്കെ ഇമ്പാക്ട് ചെയ്യും ചെയ്യൂലേ. അത് അവര് മൂപ്പര് കൊണ്ടുവരുന്ന മാറ്റങ്ങളും ഹൈലി ഇമ്പാക്ട് ചെയ്യും. യൂറോപ്പിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാവും ട്രംപിന്റെ. US ഒരു പോലീസ് ആണല്ലേ വേൾഡ് വൈഡ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ട്രാവൽ ടോപ്പിക്, ഞാനിപ്പോൾ ഗൂഗിളിൽ വെറുതെ ക്യൂരിയസ് ആയിട്ട് അടിച്ചു നോക്കി top 5 മസ്റ്റ് കൺട്രീസ് ടു വിസിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാണ് top 5 കൺട്രി ഇൻ ദ വേൾഡ് മസ്റ്റ് വിസിറ്റോ? ഞാൻ പ്ലേസ് ചെയ്യും ഇന്ത്യ പ്ലേസ് ചെയ്യും ഫസ്റ്റില്. top 5 ഇന്ത്യ അല്ല, ഞാൻ പറയണു ഇറ്റലി നമ്പർ 1. ഇറ്റലി നമ്പർ 1, known for rich history, art and delicious cuisine. സെക്കൻഡ് ഗ്രീസ് ഉണ്ടോ? ഗ്രീസ് ഇല്ല. ജപ്പാൻ നമ്പർ 2. ഈ കണ്ടത് ന്യൂസിലാൻഡ്. ജപ്പാനെ കുറിച്ച് എന്താ പറയുന്നത് വെച്ചാല് ഏൻഷ്യന്റ് ട്രഡീഷൻസ്, മോഡേൺ ഇന്നോവേഷൻ. ഓഫ് കോഴ്സ് ജപ്പാനിൽ നല്ല ഇന്നോവേറ്റീവ് ആയ ആർക്കിടെക്ചറും ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ. ജപ്പാൻ കാണാം. ഇതിന്റെ വൺ ഓഫ് ദ ഡ്രീം പ്ലേസ് ആണ്, എന്തായാലും പോകണം. സൂഷി ചെയ്തിട്ടില്ല, പക്ഷെ സൂഷിക്ക് വേണ്ടി പോകണം. ന്യൂസിലാൻഡ് top 3. ഐഡിയൽ ഫോർ ഔട്ട്ഡോർ enthusiast and breathtaking landscapes. ഓക്കെ, അടുത്ത ഇനി രണ്ട് ഓപ്ഷൻ കൂടി. രണ്ട് ഐസ്ലാൻഡ് ഉണ്ടോ? ഇല്ല. സ്പെയിൻ ഇല്ല. യൂറോപ്പിലാണ്. രണ്ട് യൂറോപ്പിൽ തന്നെ. ഫ്രാൻസ്
iconic landmark with Eiffel Tower. Eiffel Tower world class art. പിന്നെ അടുത്ത് നമ്പർ 5 and 4 ആണ്. ഏത് കോണ്ടിനെന്റിലാണ്? അല്ല നമ്മൾ ഈ ഫ്രാൻസിനെ കുറിച്ച് പറയാം. എനിക്ക് തോന്നുന്നത് ഫോർത്ത് ടോപ്പ് 5 ഇത് പ്ലേസ് ചെയ്യാനുള്ള വർത്ത് ഉണ്ടോന്ന് ഫ്രാൻസ്. ഫ്രാൻസ് ഡെഫിനറ്റ്ലി ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ ഈഫൽ ടവർ കാണാൻ വേണ്ടി നമ്മളൊരു രാജ്യത്ത് പോകുമ്പോ പല കാര്യങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടാവില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈഫൽ ടവർ കാണാൻ വേണ്ടി മാത്രം പോണത് വെറുത്താണോ വെച്ചാൽ എനിക്ക് അറിയില്ല. എന്റെ അഭിപ്രായം. ഒരു രാജ്യം കൂടി ഉണ്ട്. ഏത് കോണ്ടിനെന്റ്? ലാസ്റ്റ് വൺ. അത് യൂറോപ്പ് അല്ല. ഏഷ്യ? ഏഷ്യ അല്ല. ഏഷ്യ അല്ല. ഏഷ്യ അല്ല. ദുബായ്. ദുബായ് അല്ല. ഗൾഫ് അല്ല. ഗൾഫ് കൺട്രീസ് ആഫ്രിക്ക അല്ല. ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ഓസ്ട്രേലിയ മേ ബി. അതെ, ഓസ്ട്രേലിയ. ന്യൂസിലാൻഡ്. പക്ഷെ ഓസ്ട്രേലിയ ഇതിന്റെ എന്താ ഏതെങ്കിലും യുണീക്ക് വൈൽഡ് ലൈഫ് ആൻഡ് ബ്യൂട്ടിഫുൾ ഓസ്ട്രേലിയനെ കുറിച്ച് നിങ്ങൾ കേട്ടോ? 8 കാലിയും ഇതും ഭയങ്കര ജയന്റ് 8 കാലുണ്ട് ഒരു ഇതുണ്ട് അവിടെ. പിന്നെ കങ്കാരൊക്കെ പറഞ്ഞ സീനാണ്. ഗംഗാറിന്റെ മീറ്റ്, പാമ്പ്. സോറി ഒരു കാര്യം പറയാൻ പറഞ്ഞു. സിസിലിയില് കുതിരന്റെ മീറ്റ്, ഹോസ് മീറ്റ് കഴിച്ചോ? അതാണ് വൺ ഓഫ് ദ കുഴപ്പമില്ല. എന്താണ് അതിന്റെ ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ബീഫ്, ഹാർഡ് ബീഫ്. ഞാൻ പണ്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോ ഒരു സ്ഥലത്ത് അവിടെ കുതിരയുടെ മീറ്റാന്ന് പറഞ്ഞിട്ട് കഴിച്ചു. പക്ഷെ എനിക്ക് എത്രത്തോളം അത് കുതിര മീറ്റായി എനിക്കത് കൺവിൻസിങ് അല്ലായിരുന്നു മൂപ്പര് പറഞ്ഞത്. പക്ഷെ ആണെന്ന് പറഞ്ഞ് കഴിച്ചു. അത് ഹാമുമാരി തന്നെ നമുക്ക് തോന്നിയുള്ളു. ബീഫിന്റെ ഒക്കെ ഹാമുമാരി കിട്ടും. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇനി യാത്ര ഈ ലിസ്റ്റ് എനിക്ക് വളരെ കൺവിൻസിംഗ് അല്ല. അത് എന്തിലാണ് പക്ഷെ ഈ പറഞ്ഞവര് ഇന്ത്യ ശരിക്കും ഇന്ത്യ അടിപൊളി പ്ലേസ്. ഇന്ത്യ, ജപ്പാൻ ഒക്കെയാണ് അതിലുള്ളത്. ഇന്ത്യ, ജപ്പാന് ഇന്ത്യ ലിസ്റ്റിൽ പറഞ്ഞു. ഇന്ത്യയിൽ എല്ലാം ഇല്ലേ ശരിക്കും. ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ബീച്ച്, മൗണ്ടൈൻസ്, ഡെസേർട്ട് ഉണ്ടെങ്കിൽ എല്ലാം കവർ ചെയ്യാം. സ്നോഫാൾ തൊട്ട് എല്ലാം ഉണ്ട്. സ്വിറ്റ്സർലാൻഡ് ടൈപ്പ് അതുണ്ട്. കാശ്മീര് നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യാം. ഇന്ത്യ ട്രാവൽസിനെ കുറിച്ച് നമുക്കും കുറെ എക്സ്പീരിയൻസ് ഉണ്ട് പറയാൻ. അപ്പൊ ഇന്നൊക്കെ ഇത് മതി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. വേറെ എന്തുണ്ടോ പറയാൻ? കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങള് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് തംസും സ്മൈലും ഇടാതെ എന്തെങ്കിലും എഴുതിയിടുമ്പോ നമുക്ക് കുറച്ചും കൂടി കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യാം. സജഷൻസ് ഒരുപാട് ഉണ്ട്. ടോപ്പിക് കവർ ചെയ്യാണ്ടെങ്കിൽ ടോപ്പിക് നമ്മള് പഠിച്ചിട്ട് ഇതാ. പിന്നെ എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട് യൂട്യൂബിന്റെ സിഇഒന്റെ ഫിഷിംഗ് മെയിലാണ്. യൂട്യൂബ് സിഇഒ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചിരിക്കണത്. അവൻ എന്തിനാണ് അയച്ചിരിക്കുന്നത്? അതായത് നിങ്ങളുടെ വീഡിയോന്റെ പക്ഷെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കണേ. ടോപ്പിക്കുകളൊക്കെ അതാണ് അടിപൊളിയാണെന്ന് ഇതിലൊക്കെ വീഴുന്നൊക്കെ ആരാ കരുതി ഫിഷിംഗ് മെയിൽ അയക്കണെന്നാണ് ഞാൻ ആലോചിക്കണത്. മൂപ്പര് കയ്യിൽ റിപ്ലൈ ആക്കിയത്. അതെ, അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് and see you on next episode. Bye bye.